2015 വണ്ടി. 2015 വന്ന ഇന്നോവ ഒറിജിനൽ കേരള. 2012 ഡിസംബർ വണ്ടിയാണ്. ഡിസംബർ വണ്ടി അല്ലേ? റിക്സ് ലിമിറ്റഡ് എഡിഷൻ ആണ്. കളർ മാറ്റുള്ള. 2021 16,800 ആകെ ഓടിയിട്ടുള്ളൂ. വാഗനർ അല്ലേ? വാഗനർ. വീണ്ടും ഒരു അപ്ഡേഷനുമായി ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അലീഫ് കാർ വേൾഡിലാണ് കേട്ടോ. ഒരുപാട് യൂസ്ഡ് കാർസിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഇന്ന് പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് യൂസ്ഡ് കാറുകൾ സ്വന്തമാക്കാൻ നല്ലൊരു സജഷൻ കൂടിയാണ് അലീഫ് കാർ വേൾഡ്. ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാവുക. നമ്മളെ രണ്ടത്താണി മൂച്ചിക്കലാണ് ഷോറൂം വരുന്നല്ലേ. ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇന്നോവ ക്രിസ്റ്റ. 2018 ഓട്ടോമാറ്റിക്. 2000 ഓട്ടോമാറ്റിക് ആണല്ലേ? നമ്മുടെ അടുത്ത് കഴിഞ്ഞ പാർട്ടിൽ ഒരുപാട് ഓട്ടോമാറ്റിക്കുകൾ ഉണ്ടായിരുന്നു. പോയി കഴിഞ്ഞ പാർട്ടിത്തൊക്കെ ഒരുവിധ സെയിൽ ആയിക്കിന്. ഇതിപ്പോ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി എത്ര കിലോമീറ്റർ? 68,000 ഓടിയിട്ടുള്ളൂ. നമ്മളെങ്ങനെ ചോദിക്കുന്ന റേറ്റ്? ഇത് നമുക്ക് 21 റുപ്യ ഫൈനല്. 21. ലോൺ ഇതിപ്പോ എത്ര കയറാ? ഒരു 15 റുപ്യ ലോൺ കിട്ടും. 15 കയറല്ലേ? നല്ല നീറ്റ് അടിപൊളി പീസാണ് കേട്ടോ. മുട്ടലും തട്ടലൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സർവീസ് ഉണ്ട്. പിന്നെ ഫ്ലഡ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല, കാരണം പൊതുവെ ഫ്ലഡ് എടുക്കാറില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ കാര്യം എടുത്ത് ചോദിക്കുന്നില്ല. മുട്ടലും തട്ടലും ഒന്നും ഇല്ലാത്ത നീറ്റ് പീസ്. 15 ലോൺ കയറില്ലേ? 21 റുപ്യ ഫൈനല്. അതിലെന്തെങ്കിലും ഉണ്ടാവോ ഡിസ്കൗണ്ട്? ചെറുതായിട്ട് എന്തെങ്കിലും കുറയ്ക്കല്ലേ? തൊട്ടടുത്ത് നമ്മളെ ബ്രസ് കിടക്കുന്നുണ്ട്. 2018 വീഡിയോ. 2018 മോഡൽ. റണ്ണിങ് എങ്ങനെ? റണ്ണിങ് 1 ലാഖ് ഓടിയിട്ടുണ്ടല്ലേ? ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഓണറിൽ വരുന്നത് ഡീസലാണ്. എങ്ങനെ ചോദിക്കണേ? ഇത് നമുക്ക് 7.3. 7.3-നല്ലേ? ഇത് 6 റുപ്യ കയറും. അപ്പൊ 1 ലക്ഷം 1.5 ലക്ഷം രൂപ 1.3 ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി 2015 വണ്ടി. 2015 വന്ന ഇന്നോവ ഒറിജിനൽ കേരള. എനിക്ക് തോന്നുന്നു ഒരു 50 റുപ്യന്റെ അടുത്ത് എക്സ്ട്രാ വർക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. പ്രൊജക്ടർ ആക്കിയിട്ടുണ്ട്. പ്രൊജക്ടർ ലൈറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സീറ്റർ ചെയ്തേക്കണു. ഓക്കെ, ഒറിജിനൽ കേരളാണ്. 2015 ക്രിസ്റ്റ ഇറങ്ങുന്ന തൊട്ട് മുമ്പുള്ള അതായത് ആ ലാസ്റ്റ് വേർഷൻ. ഡാഷ്ബോർഡ് ഒക്കെ കളർ മാറ്റുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ ചോദിക്കുന്ന റേറ്റ്? ഇത് നമുക്ക് 13.3 13.5 കൊടുക്കാം. 13.5 ലാസ്റ്റ് ആക്കി കൊടുക്കല്ലേ? ഇതിന്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് തേടാന്നുള്ളൂ. ഓട്ടം ആകെ 55,000 ഓടിയിട്ടുള്ളൂ. 55,000 ഓടിയിട്ടുള്ളൂ. തേർഡ് ഓണർഷിപ്പിൽ വരുന്നല്ലേ? അപ്പൊ ഓണർഷിപ്പ് ആരും മാറാൻ കൊടുക്കൂല അപ്പൊ അന്നത്തെ കാലത്ത്. അതുകൊണ്ടുള്ള പ്രശ്നം. നല്ല അടിപൊളി സീറ്റ് കേട്ടോ. 8 സീറ്റ് വണ്ടിയാണ്. അടിപൊളി സീറ്റ്, നീറ്റ്. തട്ടല മുട്ടല അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. നമുക്കിത് എത്ര ലോൺ കയറുക? ലോൺ നമുക്ക് ഒരു 8 റുപ്യ വരെ കിട്ടും. സെഡിന്റെ അലവിലാണല്ലോ ഏറ്റുള്ളത്. 2012 ഡിസംബർ വണ്ടിയാണ്. ഡിസംബർ വണ്ടി അല്ലേ? റിക്സ് ലിമിറ്റഡ് എഡിഷൻ ആണ്. കളർ മാറ്റുള്ള. എന്തൊക്കെ വ്യത്യാസം വരുന്നത്? ലിമിറ്റഡ് എഡിഷൻ ഡോർ പേഡും ഡാഷ്ബോർഡ് കളർ മാറ്റം ഉണ്ടാവും. ഈ ഒരു കളർ ചേഞ്ചിങ് വരുന്നുണ്ടല്ലേ? ഈ കളർ പാറ്റേൺ തന്നെ ഈ ഒരു ഡോർമേക്കും വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 2.85. 2,80,000. ലോൺ നിങ്ങൾക്ക് ഏകദേശം 1.5 കിട്ടും. 1.5 ലോണും കിട്ടല്ലേ? ചെറിയ കമ്മട്ടത്തിലുള്ള കുറവൊക്കെ ഉണ്ടാവൂലേ? ചെറുതായിട്ട് ചെയ്യാം. ഇത് റണ്ണിങ് ഇപ്പൊ എത്രയാണ്? റണ്ണിങ് 1.5 റണ്ണിങ്ങിൽ വരുന്ന സർവീസും കാറും കഴിഞ്ഞാണ്. നമ്മളെ റിക്സ് ഒക്കെ അധികം ആൾക്കാർ എൻക്വയറി വരുന്ന ഒരു വണ്ടിയും കൂടിയാണ് കേട്ടോ. കാരണം അധികം മെയിൻ്റെനൻസ് വരുന്നില്ലല്ലോ ഈ വണ്ടികൾക്കൊന്നും. ഓക്കെ, അടുത്ത് നമ്മളെ ഇയോണ് കിടക്കുന്നുണ്ട് അവിടെ. 2014 മോഡൽ മേഘന പ്ലസ്. എങ്ങനെയാണ് ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ? ഇത് സെക്കൻഡ് ഓണർ. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 1.90. 1,90,000. അത് നമുക്ക് ലോൺ കയറുത്? ലോൺ ഒരു 1.25 കിട്ടും. 1.25 കിട്ടും. അപ്പൊ നമുക്കൊരു ചെറുമട്ടത്തിൽ ഒരു 50 രൂപേന്റെ താഴെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി പോവാം. നല്ല സിവിലും കാര്യങ്ങളുള്ള ആളാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും. തട്ടലും മുട്ടലും അങ്ങനെ എന്തെങ്കിലും ഒന്നുമില്ല. പക്ക നീറ്റാണ്. പിന്നെ മേഘന പ്ലസ് ആണ്. മേഘന പ്ലസ് ആണ് അല്ലേ? ഓക്കെ, നീറ്റ് ആണ്. അപ്പൊ തൊട്ടടുത്തേക്ക് വരുമ്പോ നമ്മളെ കേട്ടൻ ഓട്ടോമാറ്റിക് ആണ്. വീണ്ടും ഒരു ഓട്ടോമാറ്റിക് അല്ലേ? 2016 വേർഷൻ വരുന്നല്ലേ? ഇതിന്റെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഇത് 60 ഓടിയത് അല്ല 75 ഓടിയത്. 75 ഓടി. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. അത്യാവശ്യം നീറ്റ്, അത്യാവശ്യം നല്ല നീറ്റാണ്. സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്ങനെ ചോദിക്കുന്ന റേറ്റ്? ഇത് 3.30 ലാസ്റ്റ്. 3,30,000. നമുക്ക് എത്ര ലോൺ? 2 റുപ്യ ലോൺ കിട്ടും.
2 അപ്പൊ 3.30 ആകുമ്പോ ചെറിയൊരു 75 റുപ്യ 1 ലക്ഷത്തിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കി പോവാം. കറക്റ്റ് സിവിലും കാര്യങ്ങളുള്ള ആളെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇറക്കട്ടോ. നമ്മളെ സ്വിഫ്റ്റിന്റെ പഴയ മോഡല് 2011 അല്ലേ? ഇതെങ്ങനെ ചോദിക്കുന്ന റേറ്റ്? വണ്ടി റീ ആണ്. റീന്നുള്ളവരുണ്ട് ഇവിടെ ടൈറ്റിൽ ടൈമിൽ 5-6 വർഷം മുമ്പ് അവര് ബോംബെ നിന്ന് കൊടുത്ത് ഇവിടെ പ്രൈവറ്റ് ആക്കിയാണ്. പ്രൈവറ്റ് വണ്ടീനെ പ്രൈവറ്റ് ആക്കിയതാണ്. VDI വേർഷൻ. അപ്പൊ ഇതിൽ എഞ്ചിൻ പണിയൊക്കെ ഫുൾ എടുത്താണ് നീറ്റാണ്, പക്കയാണ്. അപ്പൊ ഇതെങ്ങനെ ചോദിക്കുന്ന റേറ്റ്? 2.25 ചോദിക്കണം. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർഷിപ്പിൽ തന്നെ. നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ ലോൺ ഇതിമൊരു 1.25 കിട്ടും. വലിയ കുഴപ്പമില്ലാത്തൊരു ലോണും കാര്യങ്ങളൊക്കെ മുടക്കിയാൽ മതി. തൊട്ടടുത്ത് തന്നെ മറ്റൊരു സ്വിഫ്റ്റ് ഇരിക്കുന്നുണ്ട് 2020. അപ്പൊ എങ്ങനെയാ ചോദിക്കുന്ന റേറ്റ്? 6 ചോദിക്കുന്നത്. ഇത് നമ്മളെ റണ്ണിങ് എത്രയാണ്? ഇത് നമുക്ക് 40. നമ്മൾ 6 ചോദിക്കണല്ലേ? നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി, ഫസ്റ്റ് ഓണർ. ഇത് നമുക്ക് എങ്ങനെയാണ് ലോണും കാര്യങ്ങളൊക്കെ എത്ര വരിക? ഇത് നമുക്ക് ഒരു 5 റുപ്യ കിട്ടും. 5 റുപ്യ. അപ്പൊ 6 ചോദിക്കുന്നത്. ഒരു 1.5 റുപ്യന്റെ ഉള്ളിൽ മുടക്കിയാൽ 1.5 റുപ്യന്റെ ഉള്ളിൽ മുടക്കിയിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കി പോവാം. നീറ്റ് വണ്ടിയാ. തൊട്ടടുത്ത് തന്നെ ഡിസയർ 2018 ഡീസൽ. എങ്ങനെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ? ഇത് 69 ആകെ ഓടിയിട്ടുള്ളൂ. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളല്ലേ? നല്ല നീറ്റ് വണ്ടിയാ. നമ്മുടെ ഡിക്കുള്ള വണ്ടിയൊക്കെ മോഹിക്കുന്നവരാണെങ്കിൽ നല്ല നീറ്റ് പീസ്, സീറ്റും കാര്യങ്ങളൊക്കെ പക്കയാണ്, ഒന്നും പറയില്ല. അപ്പൊ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ്? നമ്മളത് 6.60. 6,60,000. 5 റുപ്യ ലോൺ കിട്ടും. അപ്പൊ 1.5 തന്നെ നേരത്തെ പറഞ്ഞ പോലെ 1.5 ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കി പോവാം. ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ടയറും കാര്യങ്ങളൊക്കെ, ടയറൊക്കെ നമ്മൾ ഒരു വീഡിയോയിൽ എടുത്ത് പറയാത്ത വേറെ ഒന്നുകൊണ്ടല്ല, പക്കയാണ്, എല്ലാതും നീറ്റാണ് കേട്ടോ. 2021 16,800 ആകെ ഓടിയിട്ടുള്ളൂ. വാഗനർ അല്ലേ? വാഗനർ VXI 16,000 ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ഓണറിൽ വരുന്ന വണ്ടി അല്ലേ? നമുക്ക് ഇതൊക്കെ എത്ര ലോൺ വരിക? ഇത് നമുക്ക് ഒരു 5 റുപ്യ കിട്ടും. നമ്മൾ ചോദിക്കുന്ന റേറ്റ് എങ്ങനെയാണ്? ഇത് നമുക്ക് 5.80. 5 റുപ്യ ലോൺ കിട്ടും. 5 റുപ്യ ലോൺ. അപ്പൊ ഒരു 80,000 ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് ഇറക്കാം. പക്ക സിവിലും കാര്യങ്ങളുള്ള ഒരാളാണെങ്കിൽ 80,000 ഇറക്കി പോകട്ടോ. 12 GD ടയോട്ടന്റെ കമ്പനി സർവീസിൽ വണ്ടിയാ. കമ്പനി എങ്ങനെയാ ചോദിക്കുന്ന റേറ്റ്? ഇത് നമുക്ക് 4.4. റണ്ണിങ് ഓണർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. സെക്കൻഡ് വരുന്നല്ലേ? റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ? റണ്ണിങ് 1.7 ഓടിയിട്ടുള്ള 1.20. ടയോട്ടല്ല 5 ലക്ഷം ഓടും. ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര കയറുക? ലോൺ ഒരു 2 റുപ്യ 2 റുപ്യ വരും അല്ലേ?